ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ഈ കിളി പോയി നിൽക്കണേന്ന്. വേറെ ഒന്നല്ല, ഞങ്ങൾ ഇന്ന് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കടയുടെ പേര് ടീ ഡേ എന്നാണ്. അപ്പോൾ പൈപ്പ് ലൈൻ റോഡിലുള്ള ഒരു പുതിയ കടയാണത്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇതാ ഇതിൻ്റെ മെനു കാർഡ് കണ്ടോ, ഇത്രയും വലിയ സാധനമാണ്. കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്, കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ട്, കുറച്ച് സ്നാക്സുകളൊക്കെ ഉള്ളൂ. വന്നു അങ്ങനെ പൊട്ടൻ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നമ്മൾ. അപ്പോൾ സുപ്പ് പറഞ്ഞിരിക്കുന്നത് മസാല ചായയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മീൻവൈൽ നമ്മൾ 1-2 സാധനങ്ങൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇതാ രണ്ടും കൽപ്പിച്ചെടുത്ത് അങ്ങ് കുടിക്കാൻ പോവാണ്. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ, എക്സ്പ്രഷൻ വല്ലാത്തൊരു എക്സ്പ്രഷനായിപ്പോയി. അപ്പോൾ അവന് എത്രയൊക്കെ പ്രശ്നമുണ്ടോയെന്ന് പറഞ്ഞാൽ അവനും എടുത്ത് കുടിച്ചു നോക്കി. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ഈ മസാല ചായ. പിന്നെ ഇതാ ബിസ്ക്കറ്റുകളുണ്ട്, ഡിഫറെൻറ്റ് കാര, സോൾട്ട്, ഫ്രൂട്ട്, ബട്ടർ, കോക്കനട്ട്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിസ്ക്കറ്റ്സ് ഉണ്ട്. അപ്പോഴാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവനെന്താ വായിച്ച് പഠിക്കുകയാണോ ഇനി മെനു? മോനെ നാളെ എക്സാം ഒന്നും ഇല്ലടാ, ഇങ്ങോട്ട് നോക്കുന്നു പറഞ്ഞപ്പോഴാണ് ഇല്ല ചേച്ചി ചായയൊക്കെ നോക്കട്ടെ ഞാനെന്ന് പറഞ്ഞ് അത് വായിച്ച് പഠിക്കുകയായിരുന്നു കുട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഷോപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കുറേ ബലൂൺസൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ഇപ്പോൾ അടുത്ത ഇനോഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഓർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാൻഡ്വിച്ച് ആൻഡ് ചിക്കൻ മോമോസ് ആണ്. അപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നമ്മൾ കഴിച്ചു നോക്കി, രണ്ടും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതാ ചിക്കൻ മോമോസ് ട്രൈ ചെയ്യാണ് സുപ്പു. അപ്പോൾ ഇതാ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഭയങ്കര എന്താ പറയുക, ഹൈഫൈ സ്റ്റൈലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മളിതാ സാൻഡ്വിച്ച് ട്രൈ ചെയ്തു. സാൻഡ്വിച്ച് സൂപ്പറാണെന്നാണ് സുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് മാഗിയാണ്, ചീസ് മാഗി. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്, വെറും ഫ്ലോപ്പ് ഓർഡർ ആയിപ്പോയി. അതും വെറുതെ മാഗിയിലൊരു കഷ്ണം ചീസ് മുറിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, പിന്നെ ഒടുക്കത്തെ ചുടും, അണ്ണാക്ക് വരെ അങ്ങ് പൊള്ളിപ്പോയി. അടുത്ത നമ്മുടെ ഓർഡർ ഇതാ ഈ ഒരു മിൽക്ക് ഷേക്കാണ്. ഇത് മറ്റേ നമ്മുടെ ഫെറാറോ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിനെ കൊണ്ടുണ്ടാക്കിയ മിൽക്ക് ഷേക്കാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഇത് കുടിച്ചപ്പോഴാണ് ദൈവമേ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കട്ടൻ കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, മധുരം ഇച്ചിരി കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ചേട്ടാ ഞങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ലാട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കഴിച്ചതിനെക്കാട്ടും കൂടുതലായിരുന്നു നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സിൻ്റെ ഉപയോഗം. എന്തോ ദൈവാധീനം കൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ചില്ല നമ്മളെ. വേഗം ബില്ലും പേ ചെയ്ത് നമ്മൾ ഓടിച്ചാടി ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ആരെങ്കിലും ആ ഏരിയ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം.